ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അതർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓയിൽ സ്പിൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ ഓയിൽ സ്പിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ, ഓയിലിൻ്റെ സ്പ്രെഡിങ്ങിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് it's a release of crude oil from tankers, offshore platforms, drilling bridges and wells into the ocean അല്ലെങ്കിൽ സീസിലേക്കും മറ്റുമൊക്കെ ഓയിൽസ് ലീക്ക് ആവുന്നതിനെയാണ് നമ്മൾ മെയിൻലി ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത്. സയന്റിഫിക്കലി നമ്മുടെ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിലീസ് ഓഫ് ലിക്വിഡ് പെട്രോളിയം ഹൈഡ്രോ കാർബൺ ഇൻ ടു ദ എൻവിയോൺമെന്റ്, എസ്പെഷ്യലി ദി മറൈൻ എക്കോസിസ്റ്റം ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യപ്രവർത്തികൾ കാരണം ലിക്വിഡ് പെട്രോളിയം ഹൈഡ്രോ കാർബൺസ് എൻവിയോൺമെന്റിലേക്ക് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത്. അത് മെയിൻലി ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പിക്കാണ് കാണിച്ചിരിക്കുന്നത്. ബോട്ടിൽ നിന്നും മറ്റുമൊക്കെ ക്രൂഡ് ഓയിൽസ് ഓഷ്യൻസിലേക്ക് അല്ലെങ്കിൽ സീയിലേക്ക് സ്പ്രെഡ് ആയി കിടക്കുന്ന ഒരു പിക്കാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, പക്ഷേ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു മറൈൻ ഇക്കോസിസ്റ്റത്തിനെയാണെന്ന്. പക്ഷേ എന്നാലും ഈ ഓയിൽ സ്പിൽസ് എന്ന് പറയുന്നത് ലാൻഡിൽ നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ മെയിൻലി മറൈൻ ഇക്കോസിസ്റ്റത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ സ്പിൽസിൻ്റെ എമൗണ്ട് അളക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ഇമ്പാക്ട്സ് എന്താണെന്ന് നോക്കാം. ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം, ഈ ഓയിൽ ഇങ്ങനെ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഒരിക്കലും വാട്ടറിൽ സോളിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡെൻസ് ലിക്വിഡായിട്ട് ഒരു ഓയിലി സബ്സ്റ്റൻസ് ആയിട്ട് വാട്ടറിന് മേലെ ഫോം ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മറൈൻ ഇക്കോസിസ്റ്റം, അതായത് വെള്ളത്തിന് താഴെയുള്ള ഫിഷസിന് മറ്റൊന്നും ഓക്സിജൻ കിട്ടാണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും. സോ അത് നമ്മുടെ ഫിഷസിനും പ്ലാന്റ്സിനും ഒക്കെ അഫക്റ്റ് ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ ബേർഡ്സോ മറ്റോ, ഇപ്പോൾ നമ്മൾ പിക്ക് കാണുന്ന പോലെ ബേർഡ്സോ മറ്റോ ഇതിനകത്ത് എങ്ങാനും ഫിഷസിനെ മറ്റോ ക്യാച്ച് ചെയ്യാനായിട്ട് വരുമ്പോൾ അതിൻ്റെ ചിറകിൽ മൊത്തം ഓയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറക്കാനായിട്ട് വരില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനത്തെ ഈ ഓയിൽ കാരണം ചില ആനിമൽസ് ബ്ലൈൻഡ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഹെവിലി പോയിസണസ് ആണ്. കാരണം ഭയങ്കര കെമിക്കൽസ്, ടോക്സിക് കെമിക്കൽസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ബെൻസീൻസ്, ടൊലുവിൻസ് പോലുള്ള വളരെ വലിയ കെമിക്കൽസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ പോയിസണസ് ആണ്. ഈവൻ ഡെത്ത് വരെ കോസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫെദേഴ്സ് അല്ലെങ്കിൽ ഫറൊക്കെ ഉള്ള ആനിമൽസിന് ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിനെ അഫക്റ്റ് ചെയ്യും. ഈ ഓയിൽ വന്നു കഴിയുമ്പോൾ ഫറും മറ്റുമൊക്കെ ഒട്ടും എഫക്റ്റീവ് അല്ലാണ്ടാവും. അപ്പോൾ അവരുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അമ്മമാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഈ അമ്മേനെ കുഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പറഞ്ഞത് ബേർഡ്സിനെ മറ്റൊരു കാര്യത്തിൽ സ്മെല്ല് വെച്ചിട്ടാണ്. സോ ഈ ഓയിൽ സ്പിൽസിൽ നിന്നും ഭയങ്കര രൂക്ഷമായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ സ്മെല്ല് കാരണം അവരുടെ കുഞ്ഞുങ്ങളെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ഐസൊലേറ്റഡ് ആയി പോവുകയും അവർ ഒറ്റക്കായി പോകുമ്പോൾ അവർക്ക് ഫുഡൊന്നും കിട്ടാണ്ട് അവസാനം അവർ മരിച്ചു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ എൻവിയോൺമെൻറ്റിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മുടെ ബേർഡ്സും മറ്റും ക്ലീനിങ് ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ ഫെദേഴ്സും മറ്റും ഒന്ന് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഈ ഓയിൽ നീക്കാനായിട്ട് അവർ നോക്കുമ്പോൾ ഓയിൽ ഇവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തും. അങ്ങനെ അത് ലിവറിനെ മറ്റൊക്കെ എഫക്റ്റ് ചെയ്യും. അവസാനം കിഡ്നിക്കും പ്രശ്നം, കിഡ്നിയുടെ ഡാമേജിനും മറ്റൊക്കെ കാരണം. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയൊരു ഇഷ്യൂസാണ്. പിന്നെ കുറേ ഇതുപോലെയാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ വാട്ടറിൽ. പിന്നെ വന്നത് ഒത്തിരി മീനുകളും കിളികളും ഒക്കെ ചത്തു പോകാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. ഇതുപോലെ ചത്തടിയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ആ ഒരു സിംറ്റത്തിലൂടെയാണ് നമ്മൾ ഓയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് എടുക്കുവാണെങ്കിൽ അതും നമുക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. നമുക്കും ടോക്സിക് ആണ്. സോ നമുക്കും കഴിക്കാൻ പാടില്ല. നമ്മുടെ വാട്ടർ സപ്ലൈ, നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിലേക്കൊക്കെ അത് സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ ആവും. നമുക്ക് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യും, ഭയങ്കര കെമിക്കൽസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓയിൽ സ്പിൽസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.